ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് EV ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ് തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഒരു 6-7 മാസത്തേക്ക് ഈ വാഹനം നമ്മളിപ്പോൾ ഓടിക്കാതെ ഇടാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വാഹനം ഒരു ഇറക്കത്തിൽ നിർത്തിയേക്കാണ്. ഞാൻ കാല് ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്, ഈ വാഹനം ഇറങ്ങുന്നില്ല. എന്നാൽ എപ്പോഴാണ് ഞാൻ ഈ ഒരു ബ്രേക്ക് എൻഗേജ് ചെയ്യുന്നത്? ബ്രേക്ക് ഒന്ന് എൻഗേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാഹനം ഫ്രീ ആയി. ഇനി ഫ്രണ്ടിലത്തെ ABS കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇതിന്റെ ബാക്കിലുള്ള സ്പേസ് കൂടെ നോക്കിയാലോ, ഒരുപാട് സാധനം വെക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. പെട്ടെന്ന് നമുക്ക് സോറി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, എന്താ ഈ സ്പേസ് സ്റ്റേഷൻ? ഇത് വെറും സ്പേസ് സ്റ്റേഷൻ അല്ല, ഇതൊരു അൾട്രാ വയലറ്റ് സ്പേസ് സ്റ്റേഷനാണ്. അൾട്രാ വയലറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അകത്ത് പോയെന്ന് കാണാം. വാ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എറണാകുളത്ത് നമ്മുടെ പാടിവട്ടത്തുള്ള അൾട്രാ വയലറ്റിന്റെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളിപ്പം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു താരത്തിനെ കുറിച്ചാണ്. അതായത് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് F77 സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. സൂപ്പർ സ്ട്രീറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവന്റെ തൊട്ട് പുറയിലത്തുള്ള ഒരു മോഡലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കാരണം ഇതാണ് ഈ ഒരു മോഡലിന്റെ, അതായത് ഇതിന്റെ ഒരു ടൈപ്പ് 2 എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന F77 Mark II എന്ന് പറയുന്നൊരു മോഡൽ വരുന്നത്. ഈ ഒരു മോഡലിന്റെ സെയിം കോപ്പി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ വരുന്ന സമയത്തോ, യെസ്, ഇതാണ് അതിനൊരു ഫസ്റ്റ് ഒരു വ്യത്യാസം. പിന്നെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് പൊസിഷനാണ്. കണ്ടോ? അപ്പം നമുക്ക് ആ സീറ്റിംഗ് പൊസിഷൻ വരുമ്പോഴത്തേക്കും വന്നൊരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രൈറ്റ് പൊസിഷൻ തന്നെ. സീറ്റിംഗ് പൊസിഷൻ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാനിങ്ങനെ കയറിയിരിക്കുമ്പോൾ വളരെ കൂളായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതേ സ്ഥാനത്ത് നമുക്ക് അപ്പുറം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ, അതായത് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. അന്നേരം കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ യങ്സ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു മോഡൽ ഇറങ്ങുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. യെസ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വലിയൊരു താരം അൾട്രാ വയലറ്റിൻ്റെ F77 എന്ന് പറയുന്ന സൂപ്പർ സ്ട്രീറ്റ് ബൈക്കാണ് നമ്മുടെ കയ്യിലുള്ള. നമ്മളിൽ എത്ര പേര് ഒരു സ്പോർട്സ് ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ പിള്ളേർ മാത്രം പറയും എനിക്കൊരു സ്പോർട്സ് ബൈക്ക് വേണം. ബാക്കിയുള്ള ആൾക്കാരെല്ലാം, അല്ലെങ്കിൽ ഒരു യൂത്ത് കഴിഞ്ഞ ആൾക്കാരെല്ലാം ചിന്തിക്കുന്നൊരു കാര്യം എന്താണ്? ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങൂല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു മോഡൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F77 എന്ന് പറയുന്നൊരു മോഡൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന Mark II എന്ന് പറയുന്നൊരു മോഡൽ നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ടിപ്പിക്കൽ സ്പോർട്സ് ബൈക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവർ ഈ ഹാൻഡിൽ ബാർസിൽ വന്നൊരു വ്യത്യാസം, സീറ്റിങ്ങിൻ്റെ രീതിക്കും എല്ലാം കൊണ്ട് സാധാരണ ഒരു ബൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സുഖമായിട്ട് കയറിയിരുന്ന ഈ ഒരു ഹാൻഡിൽ, മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ താന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു ബൈക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഹാൻഡിലിംഗ് പൊസിഷൻ അത് ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കംഫോർട്ട്. ഞാൻ ഏകദേശം ഈ ഒരു വാഹനം 30 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിച്ചായിരുന്നു. പാലാരിവട്ടത്തിൽ നിന്നൊക്കെ കുറേ കറങ്ങിയൊക്കെയാണ് ഞാൻ ഈ ഒരു ലൊക്കേഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഏകദേശം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഇതൊരു EV വാഹനമാണെന്ന് നമുക്കറിയാം. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. പക്ഷേ സാധാരണ ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഫോമേ അല്ല. നമുക്ക് പെട്ടെന്ന് ഇവരെ ഒന്ന് പരിചയപ്പെട്ട് പോയേക്കാം. കാരണം നേരത്തെ മോഡൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു വ്യത്യാസമില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അല്ല, ഈ ഒരു ഫ്രണ്ടിലത്തെ ലുക്കിലൊന്നും വലിയ വ്യത്യാസമില്ല. ഈ ഒരു താഴോട്ടുള്ള പോർഷൻ ഹെഡ്ലൈറ്റ് ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ് വരുന്നത്. മേളിൽ ഹൈ, താഴെ ലോയ്, ഈ പറയുന്നൊരു ചെറിയ DRL വരുന്നുണ്ട്. റൈറ്റും ലെഫ്റ്റും 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ നല്ല കവേർഡായിട്ട് നമുക്ക് വരുന്നൊരു 4Q സൈഡ് ഡൗൺ ടൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ഫുള്ള് കവേർഡാണ് വരുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ വരുമ്പോൾ ഇതിൻ്റെ ബാഡ്ജിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. UDSC, ലേസറും എന്നൊക്കെ പറഞ്ഞ കുറേ ബാഡ്ജിങ് കാണാൻ സാധിക്കും. MRFൻ്റെ ടയേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് 110, 70, 617 ആണ്. TPMS ഉള്ള ടൈപ്പ് നോസിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ കൂട്ടത്തിൽ വരത്തില്ല, ഒരു അഡീഷണൽ ആക്സറീസ് ആയിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു നല്ല
എയർ ഇൻടേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ. ഇതൊരു IC എഞ്ചിൻ അല്ല നമുക്കറിയാം, എന്നാലും ഇതിൻ്റെ ബാറ്ററിയും മോട്ടറിൻ്റെ കൂളിങ്ങും ഈ ഫ്രണ്ടിൽ കാണുന്ന അതിൻ്റെ ബാറ്ററിയുടെ യൂണിറ്റാണ്. അതിനകത്തോട്ട് വരുന്ന പോർഷൻസ് ഒക്കെ വരുന്നത് ബാറ്ററിയുടെ കൂളിംഗ് ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10.3 kWh വരുന്നൊരു ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് 323 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് പറയുന്നത്. ചില്ലറയൊന്നുമല്ല, അത്രയും റേഞ്ച് കിട്ടുന്ന ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള EV ഈ ഒരു വാഹനം മാത്രമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് EV ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അൾട്രാ വയലറ്റ് F77 സൂപ്പർ സ്ട്രീറ്റ് തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അൾട്രാ വയലറ്റിൻ്റെ നല്ലൊരു നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അവിടെ ഒരു ഫിൻസ് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഒരു ഫിൻസാണ്, ജസ്റ്റ് ഒരു ഡെമ്മി പോലെ വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇതൊരു ഡെമ്മി അല്ല. ഇതിവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇൻടേക്ക് വന്ന് അകത്തുള്ളൊരു കൂളിംഗ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊവിഷൻ. അതായത് രണ്ട് രീതിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫിൻസ് വരുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിക്ക് വന്ന് ഇതിനകത്തോട്ട് കയറി കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെയും ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഈ ഒരു സൈഡ് ഫുള്ള് ക്ലോസ്ഡ് ആണ്. കാണിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു വലിയൊരു ബാറ്ററി പാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടോർ പാക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ബ്രേക്കിൻ്റെ റിസർവ് ടാങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആരും ഇത് മാറ്റി വേറെ അടിപൊളി സാധനമൊന്നും വെക്കരുത്, കാരണം പണി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഡ്യുവൽ ABS ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ABS ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വിത്ത് ABSും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബാക്കിലത്തെ ടയർ സൈസ് വരുന്നത് 150/60 R17 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. MRF ആയിട്ട് ക്ലബ് ചെയ്ത് EV വെഹിക്കിൾസിന് വേണ്ടി തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു ടയറാണ്. തന്നെ നമുക്ക് റിയർ ഷോക്ക് കാണാൻ സാധിക്കും. സിംഗിൾ ഷോക്കാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് ആ ഒരു മോഡലും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ വരുമ്പോൾ നല്ലൊരു ടെയിൽ ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഇൻഡിക്കേറ്റേഴ്സും സൈഡിൽ 2 റിഫ്ലക്റ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഇത് ശരിക്കും ഒരു സിംഗിൾ സീറ്റ് ഡ്രൈവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 2 പേർക്കും ഇരിക്കാം. പക്ഷെ പുറകെ ഇരിക്കുന്ന ഒരാൾക്ക് പിടുത്തം അത്രയ്ക്കും കംഫോർട്ടബിൾ ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ആകപ്പാട് ഈ ഒരു സൈഡിലൊരു ഗ്രാബ് റെയിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഒരു 2 സൈഡിലൊരു ചെറിയൊരു പിടുത്തമുണ്ട്. വേണമെങ്കിൽ ഇവിടെ പിടിച്ചിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം അത് ഇതിൻ്റെ മോഡിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം 30 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 കിലോമീറ്ററും എൻജോയ് ചെയ്താണ് ഓടിച്ചിരിക്കുന്നത്. ഈ ഓടിച്ച 30 കിലോമീറ്റർ അത്ര എൻജോയ് ചെയ്ത് ഓടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഡ്രൈവ് കംഫോർട്ടായിരുന്നു. കാരണം മോശപ്പെട്ട വഴിയിലും കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കിയിട്ട് പോലും എനിക്ക് അത്രയും നല്ലൊരു ഫീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ടാങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇതുപോലെ 2 സൈഡിലും നല്ല ഗ്രിപ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്രിപ്പ് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാല് വെക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഇതുപോലൊരു സപ്പോർട്ട്, അതായത് നല്ല രീതിക്ക് നമുക്ക് ഇതൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിൽ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ മേളിലോട്ട് വന്ന് കയറും. കാരണം അതുപോലെ സ്പീഡിൽ ഞാൻ ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രിപ്പുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഇത്രയും വലിയൊരു ടാങ്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഫ്യൂലൊന്നും അടിക്കാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു ഷേപ്പ് കൊള്ളാം. നമ്മൾ നല്ല രീതിക്ക് സ്റ്റിഫായിട്ട് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു ഫ്യൂൽ ടാങ്ക് അല്ല, ഇതൊരു ചാർജിങ് സ്റ്റേഷൻ പോലെയാണ്. നമുക്കത് ഈ കാണുന്ന പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇത് ശരിക്കും 2 മാഗ്നറ്റിക് ക്യാച്ചർ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 മാഗ്നറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു നീല ലൈറ്റല്ല, സോറി, അതെനിക്ക് മിസ്റ്റേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ ഫ്ലിക്കർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ആരെങ്കിലും നമ്മുടെ വാഹനം എടുക്കാൻ ഇതുപോലെ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുക, അതായത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനം ആരോ അടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ കീ ഓണാക്കി, സ്റ്റോപ്പായി. അപ്പോൾ ഇനി നമുക്ക് ഈ മീറ്ററിലോട്ടൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് മീറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ആദ്യം തന്നെ സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുക F77. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും ഡ്രൈവ് മോഡിലല്ല, ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും, സമയം കാണാൻ സാധിക്കും. ദിസ് റൈഡിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ. റേഞ്ച് 57, ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 65ഓളം ഉണ്ടായിരുന്നു. 112 ഇപ്പോഴത്തെ റേഞ്ച് കാണിക്കുന്നത്. ഇപ്പം ബാലിസ്റ്റിക് മോഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ മോഡ് മാറ്റാൻ വേണ്ടത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡ് മാറ്റാൻ പറ്റും. ഗ്ലൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്കണോമി എന്ന് പറയുന്നൊരു മോഡാണ് ശരിക്കും ഗ്ലൈഡ് എന്ന് പറയുന്നത്. അതായത് വളരെ നോർമൽ, വലിയ സ്പീഡൊന്നുമില്ല, സാധാരണ ആർക്കും ഓടിക്കാൻ പറ്റുന്നൊരു മോഡാണ് ഗ്ലൈഡ്. ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്യുകയാണ്.
കോമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ് വന്നിട്ടുണ്ട്. കോമ്പാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എന്നാ പറയുന്നത്, ഒരു സിറ്റി പർപ്പസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു മോഡ്. ഇതാണ് ശരിക്കും ഏറ്റവും നല്ലൊരു മോഡെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്താണ് ബാലിസ്റ്റിക് മോഡ്. ബാലിസ്റ്റിക് നമുക്കറിയാം വെപ്പൺസ് ആണ്, അപ്പം അതുപോലെ ഫാസ്റ്റാണ് ഇത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7.2 സെക്കൻഡ് കൊണ്ട് 100 km/h ആണ് ഈ ഒരു വാഹനത്തിൽ പറയുന്നത്. അപ്പം ഒരു റേഞ്ച് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. കാരണം ഇതിൽ റീജനറേഷൻ മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് റീജനറേഷൻ ഓഫ്. ഇത് ഞാൻ ഓരോന്നായിട്ടൊന്ന് കൂട്ടാൻ വേണ്ടത് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കൂടുന്ന കാണാം. 9 മോഡുകളാണ് ഇവിടെ റീജനറേഷൻ കിട്ടുന്നത്. റീജനറേറ്റീവ് മോഡ് ഓൺ ആണെങ്കിൽ നമ്മൾ വാഹനമായിട്ട് ഏതൊരു സ്പീഡിൽ, ഏകദേശം ഒരു 60 km സ്പീഡിലൊക്കെ പോയി, അതായത് ആക്സിലറേറ്റർ കൊടുത്ത്, ഇതിപ്പോൾ ഞാൻ ആക്സിലറേറ്റർ ചെയ്ത് ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് ഫ്രീ ആക്കി, അതായത് ഒന്ന് ജസ്റ്റ് ഡീആക്സിലറേറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് കൈ വിട്ടു എന്ന് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ എൻജിൻ ബ്രേക്കിംഗ് പിടിക്കുന്ന പോലത്തെ സെയിം ഫീൽ, അഥവാ നമ്മളൊരു ബ്രേക്ക് പിടിക്കുന്ന സെയിം ഫീലിൽ വാഹനം നിന്ന് പോവുകയാണ്. അതായത് അതുപോലെ കുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ഇതായിട്ടൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി നമുക്ക്, അതായത് ബ്രേക്ക് പോലും ചില സമയത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. അത്രയും കൂടെ ലൈഫ് നമുക്ക് ബ്രേക്കിനും കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. റീജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു മെനു കൺട്രോൾ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെനു കാണാൻ സാധിക്കും. My F77 അതിലോട്ട് നമുക്കിത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബ്സ് ഉണ്ട്. സെലക്ട് ചെയ്യാൻ വേണ്ടി ഞെക്കിയാൽ മതി. ഞാനത് സെലക്ട് ചെയ്തു. ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് കിലോമീറ്റർ എത്ര ഓടിയിരിക്കുന്നത്, ഇതിൻ്റെ വിൻ നമ്പർ എത്രയാണ്, IMEI നമ്പർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ IMEI നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിലൊരു ഈ സിം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിതിനകത്ത് നാവിഗേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് ക്യാൻസൽ ചെയ്തു. നേരെ ബാക്കിലോട്ട് വന്ന് നാവിഗേഷൻ ഇവിടെ ഉണ്ട്. മൈ ട്രിപ്സ്, അതായത് ഞാൻ ട്രിപ്പ് ഓടിയിരിക്കുന്നതൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഏകദേശം കുറച്ച് മുമ്പാണ് ഈ ട്രിപ്പ് ഒന്ന് ഇട്ട് നോക്കിയത്. 11 km അതിന് ശേഷം ഞാൻ ഓടിയായിരുന്നു. അത് ഞാൻ ബാക്ക് എടുക്കുകയാണ്. എക്സിറ്റ് ചെയ്തു. സെറ്റിങ്സിലോട്ടൊന്ന് കയറി സെറ്റിങ്സിൽ വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഡിസ്പ്ലേയുടെ സെറ്റിങ്സ് വരുന്നുണ്ട്. സൗണ്ട് സെറ്റിങ്സ് ഇപ്പോൾ 100 ഫുൾ സൗണ്ടാണ് വെച്ചിരിക്കുന്നത്. സൗണ്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇത് ഡീപ്പ് സ്ലീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം കുറച്ച് ദിവസം, അതായത് ഏകദേശം ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ അല്ലെങ്കിൽ ഒരു 6-7 മാസത്തേക്ക് ഈ വാഹനം നമ്മളിപ്പോൾ ഓടിക്കാതെ ഇടാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു മോഡിലിട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ നമുക്ക് ഇടാൻ സാധിക്കും. കുഴപ്പമില്ല. ടൈം സോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൺട്രോൾസ് എടുക്കുകയാണ്. അത് നമ്മുടെ ഈ കൺട്രോൾസ് തന്നെയാണ്. അതിൽ ഏതൊക്കെ പെർഫോമൻസ്, ഹിൽ ഹോൾഡ്, അങ്ങനത്തെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ. ഏതായാലും ശരിക്കും ഒരു EV വാഹനത്തിനായിട്ട് ഹിൽ ഹോൾഡ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യം വരും. അതായത് ഇപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റത്തിൽ നിർത്തിയേക്കാണ്, ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഇരിപ്പ് തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റ് ഒരു പ്രശ്നമാണ്. കാരണം 207 കിലോ ഈ ഒരു വാഹനത്തിൻ്റെ ഭാരം വരുന്നുണ്ട്. അതായത് സാധാരണ ഒരു 400 cc വാഹനങ്ങളിനെ കഴിഞ്ഞും കൂടുതൽ വെയിറ്റ് നമുക്ക് ഈ വാഹനത്തിന് ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇതിപ്പോൾ ഓൺ ആണ്, നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാനും സാധിക്കും. അതായത് ഇത് കണ്ടോ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഓൺ ആണ്, നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം ഞാൻ ഈ വാഹനം ഒരു ഇറക്കത്തിൽ നിർത്തിയേക്കാണ്, ഞാൻ കാല് ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്, ഈ വാഹനം ഇറങ്ങുന്നില്ല. എന്നാൽ എപ്പോഴാണ് ഞാൻ ഈ ഒരു ബ്രേക്ക് എൻഗേജ് ചെയ്യുന്നത്, ബ്രേക്ക് ഒന്ന് എൻഗേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാഹനം ഫ്രീ ആയി. ഒന്നുകൂടെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിലും മുകളിലോട്ട് കയറുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു കയറ്റം കയറുകയാണ്, ഞാനിവിടെ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഹിൽ ഹോൾഡ് ഫീച്ചർ ഇവിടെ ആക്റ്റീവ്ഡ് ആണ്, കണ്ടോ. അതായത് നമുക്കിത് ഒരു കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ബ്രേക്ക് ഒന്നും പിടിക്കാതെ ഇങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. അതൊരു നല്ലൊരു ഫീച്ചറാണ് കേട്ടോ, വെരി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്. ഇനി ഇത് ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറയിലോട്ട് പോകുന്നുണ്ട്. പെർഫോമൻസ് വൈസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടെ നോക്കാം. കാരണം ഡ്യുവൽ ABS നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതായത് ABS നമുക്ക് ഏത് വേണമെന്നുള്ള ആ രീതിക്ക്, കാരണം ഇതൊരു പെർഫോമൻസ് ബൈക്കാണ്, നമുക്ക് ഏത് രീതിക്ക് വേണം ആ രീതിക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡ്യുവൽ വേണോ, മോണോ മതിയോ, ഏത് വേണമെങ്കിലും. ഇപ്പോൾ ഡ്യുവലാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിക്കൊക്കെ ഇതുപോലത്തെ ഒരു മണ്ണിൻ്റെ പൊസിഷനിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്കിഡ് ആവുന്നൊരു പേടി വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ, വണ്ടി പാളിപ്പോവോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ABS ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ മോണോ എന്നുള്ളത് ഇപ്പോൾ ഡ്യുവൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഡ്യുവൽ തന്നെ സെലക്ട് ചെയ്ത് സാധാരണ ABS ഇല്ലാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാളി അങ്ങ് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്, നിർത്തി. ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മുടെ ABSൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഫ്രണ്ടിലത്തെ ABS കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ,
യെസ്. അടുത്ത് വരുന്ന റീജിയൻ മോഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. 9 ലെവൽസ് ആണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ശരിക്കും വാഹനം സ്കിഡായി പോകാതിരിക്കാനും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത് 1, 2, 3 ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. 1, 2, 3 എന്നുള്ള രീതിയിൽ 3 സെറ്റിങ്സ് നമുക്കിവിടെ 3 സ്റ്റേജ് ഓഫ് ട്രാക്ഷനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബാക്ക് പോവാം. അതിനുശേഷം പിന്നെ വരുന്ന ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. ബ്ലൂടൂത്ത് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഡോക്യുമെൻറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഡോക്യുമെൻറ്റ്സ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ബ്ലൂടൂത്ത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ. ബാറ്ററിയുടെ ലെവൽ നമുക്കൊന്ന് അറിയാം. ഏകദേശം 57% ഉണ്ട് ഇനിയിപ്പോൾ ചാർജ്. അതൊരു എക്സലൻറ്റ് കണ്ടീഷനാണ് നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ. ബാറ്ററിയുടെ ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം ഈ വാഹനത്തിൻ്റെ. അതായത് ബാറ്ററിയുടെ ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ എന്ന് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ മോട്ടറിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഹിൽ ഹോൾഡ് ആണെന്നുള്ള രീതിയിലാണ് ഹെച്ചും വന്നിരിക്കുന്നത്. ABS എല്ലാം ഇവിടെ കത്തിയിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ടല്ല. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയും കൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നൊരു ബട്ടണും ഈ ബ്രേക്കും കൂടെ ഒന്നിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ടും വന്ന് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷനും കാണും. ഇവിടെ എല്ലാം 000 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഈ വാഹനം ഹിൽ ഹോൾഡാണ്. അതുകൊണ്ട് ബാക്കിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ എത്ര ചവിട്ടിയിട്ടും പോകുന്നില്ല. ഇനി നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് നമുക്കൊന്നിടാം. ഈ ബട്ടണും, അതായത് ഈ കൊടുത്തിരിക്കുന്ന O എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണും പിന്നെ ബ്രേക്കും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് മോഡ് കണ്ടോ, റിവേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം പുറയിലോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഇറങ്ങി ഒന്ന് ബാക്കിലോട്ടൊന്ന് തള്ളിക്കയറ്റാൻ പാട് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും റിവേഴ്സിൻ്റെ ഫീച്ചർ ഇവിടെ യൂസ്ഫുൾ വരുന്നത് കേട്ടോ. അതെ, വണ്ടി നല്ല സുഖമായിട്ട് കയറി പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാക്കിലോട്ട് എടുക്കാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രസ് ചെയ്തത് ഒന്നുകൂടെ ഈ ബട്ടണിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫോർവേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത് നേരെ ഞാൻ ഈ ബട്ടണിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർവേഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ട്. ഇത് കണ്ടോ, അതായത് സ്പീഡ് ചെറിയ രീതിക്ക് ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പം ഈ പറയുന്ന പോലെ റിവേഴ്സ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയത്തില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ടു, റിവേഴ്സ് കുറച്ച് പോയി, അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് മുമ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്കിലോട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു മോഡ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണും ബ്രേക്കും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണ്. തീർന്നു, നമ്മുടെ പരിപാടി റെഡി. ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എഞ്ചിൻ ഓഫ് സ്വിച്ച് പോലെ തന്നെ നമുക്കൊരു ഓഫ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ആക്സലറേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല, ഓഫാണ്. ഇനി ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ചെയ്യേണ്ടി വരും. ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫോൺ സ്റ്റാൻഡ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ നോബ്സും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ നോർമൽ ബീം, പാസ് ബൈ, ഇതിപ്പം താഴോട്ട് പാസ് ബൈ, മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹൈ ബീം, മേളിലെ ഹസാർഡിൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഹെഡ് ലൈറ്റിന് സ്വിച്ച് വരുന്നില്ല, ഇതിന് സെൻസർ വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ലൈറ്റ് സെൻസർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ലൈറ്റ് സെൻസർ സെൻസ് ചെയ്തിട്ട് വെട്ടമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെഡ്ലൈറ്റ് ഓൺ ആകത്തില്ല. ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും, പക്ഷേ ചെറിയൊരു മങ്ങി വെട്ടമായിരിക്കും. എന്നാൽ രാത്രിയാവുന്ന സമയത്ത് അത് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കത്തുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കിലുള്ള സ്പേസ് കൂടെ നോക്കിയാൽ ഒരുപാട് സാധനം വെക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്നാൽ ഈ താക്കോലത ഇവിടെ താഴെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് ചെറുതായിട്ടൊന്ന് പുള്ളി ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഇത് ചാടി വരും. അത് കഴിഞ്ഞത് ഇവിടുത്തെ ഈ 2 പോർഷൻ കൂടെ വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും കണ്ട് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ 15 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് ആണെന്ന് തോന്നുന്നു നമുക്കിവിടെ കാണുന്നത്. അല്ല, ഫ്യൂസിൻ്റെ സെറ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും വേറെ ഒന്നും തന്നെ ഇവിടെ സ്ഥലം ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ കീ ഞാനിപ്പോൾ ഊരി എടുത്തിരിക്കുകയാണ്, എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇത് എവിടെയെങ്കിലും ഇരിക്കുന്നതുകൊണ്ട് ചാടിക്കയറി ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഇവൻ കിടന്ന് ഒച്ച വയ്ക്കും. അയ്യോ നാട്ടുകാരെ എന്നെ കൊണ്ടുപോകുന്നു സഹായിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഒച്ച ഉണ്ടാക്കും. അതായത് അടിച്ചുകൊണ്ട് പോകാതിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം, വോയിസ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഏതായാലും ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നിയൊരു കാര്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതുപോലെ ആരെങ്കിലും ഇത് അനക്കോ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ, താക്കോൽ ഉണ്ടെങ്കിൽ പോലും, ഞാനിപ്പോൾ നേരത്തെ കുറച്ച് മുമ്പ് ഈ ഒരു താക്കോൽ ഇതിനകത്ത് വെച്ചിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ ഈ വാഹനം എടുത്തപ്പം ഇതുപോലെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അതൊരു കാര്യം തന്നെയാണ്. പിന്നെ മൊബൈൽ ത്രൂ തന്നെ നമുക്കിത് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ സിം അവൈലബിൾ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ത്രൂ തന്നെ ഇതിനകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗട്ടർ റോഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം.
നമുക്കിപ്പോൾ ഈ മോശപ്പെട്ട വഴിയൊക്കെ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഫീലെന്ന് കൂടെ ഒന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും ഞാൻ കുറച്ചേറെ കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് നല്ലൊരു ഫീല് തന്നെയാണ് തോന്നിയത്. കാരണം അത്രയും രീതിക്ക് നമുക്കിതിൻ്റെ ഒരു ബൗൺസ് ബാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഗട്ടേഴ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പക്ഷേ സസ്പെൻഷൻ വളരെ സോഫ്റ്റാണെന്ന് ഞാൻ പറയത്തില്ല, കുറച്ചൊരു റിജിഡ് തന്നെയാണ്, അതായത് ഹാർഡ് തന്നെയാണ്. അതുകൊണ്ട് കോർണേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യണം, ആദ്യം തന്നെ ഗ്ലൈഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈഡിലെ സ്പീഡ് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ത്രോട്ടിൽ പോകുന്ന സ്പീഡ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൈഡ് മോഡ് ഞാനൊന്ന് മാറ്റുകയാണ്. ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കോംബാറ്റ് ഫുൾ ത്രോട്ടിൽ ഞാൻ കൊടുക്കുകയാണ്. ബാലസ്റ്റിക് എന്ന് പറഞ്ഞ മോഡാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഈ ഒരു മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും പവർ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ പവറായിരിക്കും. അതായത് ഫസ്റ്റ് നമ്മൾ ഇട്ട മോഡാണല്ലോ, സെക്കൻഡ് മോഡാണല്ലോ, ഫുള്ള് ത്രോട്ടിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് സെക്കൻഡ് മോഡിൽ തന്നെയായിരുന്നു. ഇനി ഈ ഒരു മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇത് പിടിച്ചിരുന്നാണ്, കൈ ഫുള്ള് കൊടുക്കുകയാണ്. പവർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പവറായിരുന്നു. അതായത് നമുക്ക് നല്ല രീതിക്ക് ഒരു കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് എന്നറിയുന്നത് ഈ ഒരു മോഡിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഏതായാലും എനിക്ക് ഈ ടൈമിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗ്ലൈഡ് മോഡ് ആക്കി കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഒരു സാധാരണ ഒരു രീതിക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാലിസ്റ്റിക് മോഡ് ഈ ഒരു നോർമൽ സിറ്റി ഡ്രൈവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. കാരണം അതൊക്കെ സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കേണ്ടി വരുന്നുണ്ടോ, അല്ല മീൻസ് കുറച്ചൊന്ന് തൊടുമ്പോഴത്തേക്കും വാഹനം അങ്ങ് പറക്കാൻ തുടങ്ങും. അതേ സ്ഥാനത്ത് നമ്മൾ ഗ്ലൈഡിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല ഹെവി സിറ്റി ട്രാഫിക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഗ്ലൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കൈ കൊടുത്താലും വാഹനത്തിൻ്റെ ഒരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 34 നിൽക്കും. എന്നാൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോമ്പാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട്, അതായത് നമുക്ക് ബലാസ്റ്റിക്കിൻ്റെയും നമ്മുടെ ഗ്ലൈഡിൻ്റെയും തൊട്ടിടയ്ക്കാണ് വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിറ്റി മോഡ് പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലൊരു മോഡ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ കുറച്ചേറെ നേരം ഈ ഒരു സിറ്റിയിൽ ബാലിസ്റ്റിക് മോഡിൽ നമ്മളൊന്നിട്ട് ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞ ഈ വാഹനം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിക്കുള്ള ഡ്രൈവ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ സിറ്റീസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് പോകാനൊരു പ്രവണത ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് സഡനായിട്ട് സോറി നമുക്കിതുപോലെ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊടുത്ത് അങ്ങ് പോകാൻ പറ്റും. അപ്പം നമുക്കിതുപോലെ നല്ല രീതിക്ക് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ പറക്കാൻ സാധിക്കും. അതായത് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലാതെ വളരെ നോർമലായിട്ട് മര്യാദയ്ക്ക് പോയാൽ മതിയെന്നേ ഉള്ളൂന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ആംബുലൻസ് വരുന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്ലൈഡ് ഇട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഗ്ലൈഡിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം.
ഇതിൻ്റെ ചാർജിങ് കൂടെ നോക്കാം. ഇത് നോർമൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ചാർജിങ് ആണെങ്കിൽ ഏകദേശം ഒരു 6 to 7 hours കൊണ്ട് ഒരു 0 to 100 ലെവൽ വരെ നമുക്കിത് ഫുൾ ചാർജ് ആകുന്നതായിരിക്കും. അതല്ലാതെ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു മോഡൽ അവൈലബിൾ ആണ്. അതാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 hour നമുക്ക് എടുക്കുന്നുണ്ട്. അതായത് 60 to 80 minutes വരെ നമുക്ക് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൂപ്പർനോവ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 60 minutesനകത്ത് തന്നെ നമുക്കൊരു ഫുൾ ചാർജായി കിട്ടുന്നതായിരിക്കും. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ് എത്തിയൊക്കെയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം കാഴ്ചയിലുള്ള കാര്യമല്ല, നമ്മൾ ഓടിച്ച് നോക്കണം. അതായത് ഈ വാഹനം ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരു കാരണവശാൽ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ പവർ എന്താണെന്നോ അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ കംഫോർട്ട് എന്താണെന്നോ ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കത്തില്ല. എപ്പോഴും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ എറണാകുളത്ത് പാടിവട്ടത്ത് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഒന്ന് ചെല്ലുക. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവും കിട്ടുന്നതായിരിക്കും. ആ ടെസ്റ്റ് ഡ്രൈവിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. പണ്ടൊക്കെ നമ്മളൊരു സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ തൊട്ടപ്പുറം ഇരിക്കുന്ന ആ ഒരു വാഹനം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ആ ഒരു വാഹനം ശരിക്കും ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് തന്നെ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്ട് ബൈക്ക് എന്ന് മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും.